بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം നമ്മൾ മനസ്സിലാക്കി. ഹംസ റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിരോധിക്കാൻ ഒരാളാവുകയാണ്. പഞ്ചസാരക്കുന്നിൽ തേന്മഴ എന്നു പറഞ്ഞതുപോലെ അടുത്ത ഒരു മധുരം ഇസ്ലാമിനെ തേടിയെത്തുകയാണ്. ആ മധുരമാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം. അത് റസൂലുള്ളാഹി ഒരുപാട് കൊതിച്ച നിമിഷങ്ങളാണ് ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച നിമിഷമാണ്. റസൂലുള്ളാഹി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി അഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക് ബി അബി ജഹ്ൽ ബിൻ ഹിഷാം ഔ ഉമർ ബിനുൽ ഖത്താബ്. അല്ലാഹുവേ, രണ്ടാലൊരാളെ കൊണ്ട് ഇസ്ലാമിന് കരുത്തു നൽകണേ. ഒന്നുകിൽ ഉമറിനെ കൊണ്ട്, അല്ല എങ്കിൽ അബൂജഹലിനെ കൊണ്ട്. രണ്ടുപേരും കരുത്തരാണ്. ആ കരുത്ത് ഇസ്ലാമിന് ലഭിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം കൂടുതൽ ശക്തമാകും. അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനതയ്ക്ക് താങ്ങാകും, തണലാകും എന്ന പ്രതീക്ഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമറിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ചൊരു വ്യക്തിയല്ല ഉമർ റളിയല്ലാഹു തആല. നബുവത്തിൻ്റെ 6-ാം വർഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം. അപ്പോൾ അവർ പ്രതീക്ഷ വിട്ടിട്ടില്ല. 6 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനു വേണ്ടി നിർവഹിച്ചു. നോക്കൂ, ഇസ്ലാമിനോട് ഏറ്റവും ക്രൂരമായി പെരുമാറുന്ന, ഇസ്ലാമിനെ ഉപദ്രവിച്ച ഒരു വ്യക്തിയോട് പോലും റസൂലുള്ളാഹിക്ക് പ്രതീക്ഷയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണം, അദ്ദേഹം സ്വർഗത്തിൻ്റെ വഴിയിലെത്തണം. ആ ഒരു ആഗ്രഹവും ആ ഒരു പ്രതീക്ഷയും ആ ഒരു പ്രാർത്ഥന മനസ്സുമാണ് ഏതൊരു പ്രബോധകനും ഉണ്ടാകേണ്ടത്. അവരൊന്നും ഇസ്ലാം സ്വീകരിക്കില്ല, അവരൊന്നും കേൾക്കില്ല, അവർ കാലങ്ങളായി ശിർക്ക് ചെയ്യുന്നവരാണ്, നമ്മൾ എത്ര പറഞ്ഞാലും അതുകൊണ്ടൊന്നൊരു കാര്യമുണ്ടാകില്ല എന്നതിനപ്പുറത്ത് ആളുകൾ മാറും. അവരുടെ മനസ്സിലും ഇസ്ലാം എത്തും. അവരറിയാത്തവരാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് നമുക്കുണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നിർവഹിച്ചു. അല്ലാഹുമ്മ അശ്ദുദ്ദീനക ബി അഹബ്ബിഹിമാ ഇലൈക്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെ പല പ്രാർത്ഥനകൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനു വേണ്ടി നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിലൂടെ ഇസ്ലാമിന് ഇസ്സത്ത് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സ് അലിയാൻ കാരണമായ ഒരുപാട് സംഭവങ്ങൾ പണ്ഡിതന്മാർ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. പല ചരിത്രപരമായ രേഖകളും നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ ആമിർ ഇബ്നു റബീഅ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു അബ്ദില്ല, അവർ ഹബിഷയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഹബിഷ, ഒരുപാട് മുസ്ലിമീങ്ങൾ ഹബിഷയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. ഹബിഷയിലേക്കുള്ള, അബസീനയിലേക്കുള്ള, അവിടെ നജ്ജാഷിയുണ്ട്. നജ്ജാഷി മാന്യനാണ്, മുസ്ലിമീങ്ങൾക്ക് അവിടെ സംരക്ഷണം നൽകുന്നുണ്ട്. അങ്ങനെ ഉമ്മു അബ്ദില്ല അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വഖദ് ദഹബ ആമിർ ഫി ബഅദി ഹാജാതിന. ആമിർ റളിയല്ലാഹു തആല അൻഹു എന്തോ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മറ്റെവിടെയോ ആണ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. ഉമ്മു അബ്ദില്ല എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി പോകുന്നതിനു വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആല അൻഹു വരുന്നത്. വഖഫ അലയ്യ വഹുവ അലാ ശിർക്കിഹി. ഉമർ വന്നു, അവരുടെ അരികിൽ നിന്നു. അദ്ദേഹം ശിർക്കിലാണ്, ഉള്ളിൽ അപ്പോഴും ശിർക്ക് തന്നെയാണ്. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവുകയാണോ? അതെ എന്ന് ഉമ്മു അബ്ദില്ല മറുപടി പറഞ്ഞു. തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നു, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഹബിഷയിലേക്ക് പോവുകയാണ്. ഉമ്മു അബ്ദില്ല ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. സാധാരണ ഈ ഒരു മറുപടിക്ക് അവരുടെ മുഖത്ത് കൈ വീഴണം. അതാണ് ഉമർ. അറബികൾക്കിടയിലെ കരുത്തനായ, അറബികൾക്കിടയിലെ ഏറ്റവും ശക്തനായ,
പേരുകെട്ട ഗുസ്തിപിടുത്തക്കാരനായ, ചെറുപ്പം മുതൽ ഒട്ടകത്തെ മേച്ച് നടന്ന് ആ ഒരു കാർക്കശ്യം സ്വഭാവത്തിൽ പ്രകടമാകുന്ന ഉമർ പക്ഷേ വളരെ സൗമ്യമായി ഉമ്മ അബ്ദില്ലയോട് മറുപടി പറയുന്നു, സ്വഹിബക്കുമുള്ള, ഈ യാത്രയിൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ, നിങ്ങൾ യാത്ര ചെയ്യുക. വളരെ ദുഃഖിതനായിട്ടാണ് ഉമർ റളിയല്ലാഹു തആല അവിടെ നിന്നും മടങ്ങുന്നത്. ഉമ്മ അബ്ദില്ല പറയുന്നു, വറഅയ്തു ലഹു റിഖ ലം അകുൻ അറാഹ, ഞാൻ ഉമറിൽ ഒരു അലിവ് കണ്ടു, ഇതുവരെ ഞങ്ങൾക്കാർക്കും പരിചയമില്ലാത്ത, ഉമറിൽ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു അലിവ്, ഒരു നേർത്ത സ്വഭാവം ഉമറിന്റെ പെരുമാറ്റത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അവിടെ നിന്ന് തിരിഞ്ഞുപോയി. ഉമർ തീർച്ചയായും ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നു എന്നത് അദ്ദേഹത്തെ ദുഃഖിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഫജാ ആമിർ റളിയല്ലാഹു തആല അവിടേക്ക് വന്നു. ഉമ്മ അബ്ദില്ല കാര്യങ്ങൾ പറഞ്ഞു. ഉമർ നേരത്തെ ഇവിടേക്കെത്തി. ഒരു പ്രതീക്ഷ ഉമറിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കുണ്ട്. എന്നിട്ട് ഉമ്മ അബ്ദില്ല ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഉമറിനെ നമുക്ക് ലഭിക്കുമോ? ഉമർ ഇസ്ലാം സ്വീകരിക്കുമോ? അതൊരു പ്രതീക്ഷയായിരുന്നു, അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ പ്രതീക്ഷ, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു ജനതയുടെ കൊതി, തുരുതുരാ അക്രമങ്ങളേൽക്കേണ്ടി വന്ന, ആദർശത്തിനു വേണ്ടി സകലതും ത്യജിക്കേണ്ടി വന്ന പട്ടിണിപ്പാവങ്ങളുടെ ആഗ്രഹമായിരുന്നു ഉമർ. ഉമറിനെ കിട്ടുമോ? ഉമർ കൂടെ ഉണ്ടാകുമോ? ആമിർ റളിയല്ലാഹു തആലയുടെ മറുപടി, ലാ യുസ്ലിമുല്ലദി റഅയ്തി ഹത്താ യുസ്ലിമ ഹിമാറുൽ ഖത്താബ്. ഖത്താബിന്റെ ആലയിൽ കഴുതയുണ്ട്, ഒരുപക്ഷെ അതിനോട് പറഞ്ഞാൽ അതിനു മനസ്സിലാകൂ, അത് ഇസ്ലാം സ്വീകരിച്ചേക്കാം. എങ്കിലും ഖത്താബിന്റെ മകൻ ഉമർ, ആ ഉമറിനെ പ്രതീക്ഷിക്കേണ്ടതില്ല, ഉമർ ഇസ്ലാം സ്വീകരിക്കുകയില്ല. എന്നാൽ ആ ഉമറാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തണലായി മാറിയത്. ആ ഉമറാണ് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതക്ക് മുന്നിൽ നിന്ന് അവർക്ക് സംരക്ഷണമായി, അവർക്ക് കരുത്തായി, അവർക്ക് ഇസ്സത്തായി മാറിയത് എന്നതാണ് ചരിത്രമെങ്കിൽ ഏത് കുടുസായ ഹൃദയങ്ങളിലും തുറവിയുണ്ടാകും, ഏത് ശക്തമായ ഹൃദയങ്ങളിലും ഇസ്ലാമിൻ്റെ വെളിച്ചമെത്തിയാൽ അവിടെ വെളിച്ചമുണ്ടാകും, അവിടെ പ്രതീക്ഷയുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ആളുകൾക്ക് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഫാത്തിമ ബിൻത് അൽ ഖത്താബ്. ഫാത്തിമ ഉമർ റളിയല്ലാഹു തആലയുടെ മുന്നേ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വഹിയ സൗജുഹ സഈദ് ഇബ്നു സെയ്ദ്, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഈദ് ഇബ്നു സെയ്ദിന്റെ ഭാര്യയാണ് ഫാത്തിമ. മാത്രവുമല്ല വഹുവ ഇബ്നു അമ്മിഹ, ഉമർ ഖത്താബ് റളിയല്ലാഹു തആലയുടെ അമ്മിന്റെ ഉപ്പയുടെ സഹോദരന്റെ മകനാണ്. ഇപ്പൊ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ധാരാളമായി കാണുന്നൊരു സംഭവം. എന്നാൽ അതിൻ്റെ സനദുകളിൽ ചില പണ്ഡിതന്മാർ നിരൂപണം നടത്തിയിട്ടുണ്ട്. സനദ് അത് പൂർണ്ണമായി ചേർന്നു വരുന്നില്ല, ഉറപ്പിക്കാൻ കഴിയില്ല എന്ന നിരൂപണങ്ങൾ ആ വിഷയത്തിലുണ്ട്. എന്നാൽ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അധികവും കാണുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു തആലയുടെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ഫാത്തിമ റളിയല്ലാഹു തആലയുടെ വീട്ടിൽ ഖബ്ബാബ് ഇബ്നുൽ അറത്ത്, അദ്ദേഹം ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഉമർ ആകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പകമൂത്ത് റസൂലുള്ളാഹി ഒരു പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നുഐം ഇബ്നു അബ്ദില്ല അൻ-നഹാം, ഇസ്ലാമിൻ്റെ തുടക്കത്തിലെ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാം രഹസ്യമാക്കി വെച്ച വ്യക്തിയാണ് നുഐം ഇബ്നു അബ്ദില്ല. അദ്ദേഹം ഹിജറ പോകുന്ന സമയത്ത് കുടുംബം തടഞ്ഞു, കുടുംബവും നാട്ടുകാരും തടഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, നുഐം നിങ്ങൾ ഈ നാട് വിട്ടു പോകരുത്, നിങ്ങൾ നിങ്ങളുടെ ആദർശവുമായി ഈ നാട്ടിൽ കഴിയുക. ഒരിക്കൽ റസൂലുള്ളാഹി നുഐമിനോട് പറഞ്ഞു, നുഐം നിങ്ങളുടെ കബീല എൻ്റെ കബീലയേക്കാൾ വളരെ നല്ലതാണ്, കാരണം അവർ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ തന്നെ തടഞ്ഞു വെച്ചല്ലോ. എൻ്റെ നാട്ടുകാരാകട്ടെ എന്നെ പുറത്താക്കാണ് ചെയ്തത്, എൻ്റെ കുടുംബം എന്നെ പുറത്താക്കി, നിങ്ങളെ അവർ സംരക്ഷിച്ചല്ലോ.
അപ്പം അദ്ദേഹം റസൂലുള്ളാഹിയോട് തിരിച്ചു പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലെ, നിങ്ങളുടെ കബീല തന്നെയാണ് മികച്ചത്. കാരണം എൻ്റെ കബീല എൻ്റെ ഹിജ്റയുടെ പുണ്യം നഷ്ടപ്പെടുത്തി. ഹിജ്റ പോവാന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. ഹിജ്റയിൽ പങ്കെടുത്താൽ കിട്ടുന്ന ഫضൽ എത്രയാ? ആ പ്രതിഫലം അവർ നഷ്ടപ്പെടുത്തി. നബിയെ, നിങ്ങളുടെ കബീലയാകട്ടെ ആ പ്രതിഫലം നിങ്ങൾക്ക് വാങ്ങിത്തരികയും ചെയ്തല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ നുഐം ബിൻ അബ്ദില്ല ഉമറിനെ കണ്ടു, ഉമറെ എവിടേക്കാണ് ഈ പോകുന്നത്? ഇതാ മുഹമ്മദിന്റെ കാര്യം തീരുമാനാക്കണം, അതിനാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. വല്ലാഹ് ലഖദ് ഗറത്തുക നഫ്സുക യാ ഉമർ. ഉമറെ, അങ്ങനെയാണെങ്കിൽ ആദ്യം കുടുംബല്ലേ തീരുമാനാക്കേണ്ടത്? അള്ളാഹു തന്നെയാണ് സത്യം. ഉമർ, നിന്റെ സഹോദരി, അവരുടെ ഭർത്താവ്, അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു എത്തുകയും പിന്നീട് സൂറത്തു ത്വാഹ, പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തി ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു രംഗം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ധാരാളമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്ന മറ്റൊരു സംഭവമാണ് ഇമാം അഹ്മദിന്റെ റിവായത്തിലൊക്കെ ഉള്ളത്. സൂക്കു ഹസ്വറ, മക്കയിലെ ആളുകൾ മദ്യപിക്കാനിരിക്കുന്ന ഒരു ഭാഗമാണ്. ഒരു ദിവസം ഉമർ അവിടെ എത്തി. അപ്പോൾ കൂട്ടാളികൾ എത്തിയിട്ടില്ല. ആ സമയത്താണ് എങ്കിൽ കാബയുടെ അരികിൽ ചെന്ന് റസൂലുള്ളാഹിയുടെ ഖുർആൻ പാരായണം ഒന്ന് കേട്ടാലോ എന്ന് കരുതി നബി എത്തുന്നതിന് മുന്നേ അവിടെ എത്താൻ ഉമർ റളിയല്ലാഹു തആല പരിശ്രമിക്കുന്നു. പക്ഷെ ആദ്യമേ റസൂലുള്ളാഹി അവിടെ എത്തിയിട്ടുണ്ട്. സൂറത്തുൽ ഹാക്ക റസൂലുള്ളാഹി പാരായണം ചെയ്യുന്നു. ഉമർ അത് കേൾക്കുന്നു. പാരായണം ചെയ്ത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന ആയത്തെത്തിയപ്പോൾ ഉമർ പറഞ്ഞു, ഷാഇർ, വല്ലാത്തൊരു കവി തന്നെ. എന്തൊരു കവിതയാണ്! എന്താണ് ആ കവിതയുടെ ഒരു ഭംഗി! ഉടനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, വമാ ഹുവ ബിഖൗലി ഷാഇർ. ഉമർ അത്ഭുതപ്പെടാണ്. എങ്കിൽ കാഹിൻ, നമ്മൾ പറയുന്നത് അപ്പോഴേക്കും അവിടെ എത്തിക്കുന്ന പൈശാചികമായ എന്തൊരു സഹായമുണ്ട്. ഒരു ജ്യോത്സ്യപ്പണിയാണ്, ഒരു ജ്യോത്സ്യനാണ്. വലാ ബിഖൗലി കാഹിനിൻ ഖലീലം മാ തദക്കറൂൻ. അപ്പോഴാണ് റസൂലുള്ളാഹി അടുത്ത ആയത്ത് പാരായണം ചെയ്യുന്നത്. ഈ രംഗം, അത് കഴിഞ്ഞുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. ഈ ഓരോ ആയത്തുകളും ഉമർ റളിയല്ലാഹു തആല വല്ലാത്ത സ്വാധീനം ചെലുത്തി. ഉമർ കിടിലം കൊണ്ടു. എങ്ങനെ ഇത്ര മനോഹരമായി ഒരു മനുഷ്യന് സംസാരിക്കാൻ കഴിയും? എങ്ങനെ ഇതൊരു മനുഷ്യന്റെ വാക്കുകളാകും? എങ്ങനെ നിരക്ഷരനായ മുഹമ്മദ് ഇങ്ങനെ പറയുന്നു? അപ്പൊ ഇത് അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തി. ഇതാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന മറ്റൊരു ചരിത്ര സംഭവം. ചില പണ്ഡിതന്മാർ ഈ ചരിത്രവും നിരൂപണം നടത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും പല കാര്യങ്ങൾ ഉമർ റളിയല്ലാഹു തആലയുടെ മനസ്സിൽ ഇസ്ലാമിനോടൊരു അലിവ് തോന്നിപ്പിച്ചു. മാത്രമല്ല, റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തിന്റെ പ്രധാന സംഭവങ്ങളിൽപ്പെട്ടതാണ്. പിന്നീട് ദാറുൽ അർക്കമിലേക്ക് ഉമർ കടന്നു പോവുകയാണ്. സഹാബത്ത് പേടിയോടുകൂടെയാണ് ഉമറിന്റെ വരവിനെ കാണുന്നത്. തൊട്ടടുത്ത നിമിഷം എന്തും സംഭവിക്കാം. തങ്ങളുടെ പ്രവാചകനെ ഉമർ ആക്രമിക്കുമോ? ഒരു വിഭാഗം ഉമറിനെ പ്രതിരോധിക്കാനാണ് നിൽക്കുന്നത്. ആ കൂട്ടത്തിൽ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. ഉമർ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വരുന്നു. പ്രവാചകന്റെ മുന്നിൽ വന്നുകൊണ്ടുള്ള ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാം പ്രഖ്യാപനം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് ഏതൊരു വാക്കാണോ റസൂലുള്ളാഹി കൊതിച്ചത്, ഉമറിന്റെ ചുണ്ടിൽ നിന്ന് എന്ത് കേൾക്കാനാണോ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചത്, 6 വർഷത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ ഏതൊന്നിനാണോ കാത്തിരുന്നത്, അത് ഉമർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉമർ മുസ്ലിമായിരിക്കുന്നു. ഫകബ്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ തക്ബീർ മുഴക്കി. അന്ന ഉമർ ഖദ് അസ്ലമ. ഉമർ ഇതാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. വകബ്ബറ സ്വഹാബ. അവിടെ ചുറ്റും കൂടിയ തടിച്ചുകൂടിയ സഹാബാക്കൾ അവർ തക്ബീർ മുഴക്കുന്നു. സമിഅഹ അഹ്ലു മക്ക. സ്വഹാബത്തിന്റെ തക്ബീർ അത് മക്കക്കാർ അവർ കേട്ടു. ഇന്നലെ വരെ ഒളിച്ചിരുന്നവർ, ഇന്നലെ വരെ പതുങ്ങിയിരുന്നവർ, ആരും കാണാതെ ഒരു 16 വയസ്സുകാരന്റെ വീട്ടിൽ ഒളിച്ചിരുന്ന് പ്രവാചകന്റെ അരികിലേക്ക് ചേർന്നിരുന്ന്
ഞങ്ങളുടെ പ്രവാചകനെ ആരെങ്കിലും ആക്രമിക്കുമോ എന്ന് പേടിച്ചിരുന്ന പതിഞ്ഞിരുന്ന ഒരു ജനത മക്കക്കാര് കേൾക്കുമാർ ഉച്ചത്തിൽ തക്ബീർ മുഴക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ കാരണമാണ് ഉമർ. ഇനി പേടിയില്ല, ഇനി ആരെയും പേടിക്കേണ്ടതില്ല, ഇനി ആരെയും ഭയപ്പെടേണ്ടതില്ല, ഇനി ഒതുങ്ങിക്കഴിയേണ്ടതില്ല. ഇനി ഞങ്ങൾക്കുച്ചത്തിൽ ഇസ്ലാം പറയാം, ഇനി ഞങ്ങൾക്കുച്ചത്തിൽ തൗഹീദ് പറയാം, ഇനി ഞങ്ങൾക്കുച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഉമറുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് സ്വഹാബത്തിന്റെ ധൈര്യം. ഞാൻ പറഞ്ഞു വന്നത്, അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ പ്രതീക്ഷയായിരുന്നു ഉമർ റളിയല്ലാഹു തആല. ആ പ്രതീക്ഷ ഇതാ പൂവണിഞ്ഞിരിക്കുന്നു. ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നു. സ്വഹാബത്ത് കാബയിൽ ചെന്ന് തവാഫ് ചെയ്തു. ഇന്നലെ വരെ പേടിച്ചിരുന്നവർ കാബയിലേക്ക് അവർ ചെല്ലുകയാണ്. കാബയിൽ ചെന്ന് അവർ തവാഫ് നിർവഹിച്ചു. കാബയിൽ ചെന്ന് അവർ നമസ്കരിച്ചു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാണ്, മസിൽന ഐസതൻ മുൻദു അസ്ലമ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇസ്ലാം സ്വീകരിച്ചതു മുതൽ ഞങ്ങൾ പ്രതാപത്തിലായിരുന്നു. പിന്നീട് ആരെയും പേടിക്കാതെ ധൈര്യസമേതം ഒരു ജനതക്ക് ആത്മവിശ്വാസം പകർന്ന ഇസ്ലാം സ്വീകരണമായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം. കാന ഇസ്ലാമു ഉമർ ഫത്ഹൻ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം ഒരു ഫത്ഹായിരുന്നു, വിജയമായിരുന്നു. വഹിജറത്തുഹു നസ്റൻ. അദ്ദേഹത്തിന്റെ ഹിജറ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നസ്റായിരുന്നു. വ ഇമാറത്തുഹു റഹ്മ. അദ്ദേഹത്തിന്റെ നേതൃത്വം എന്നുള്ളത് ഈ ഉമ്മത്തിനുള്ള കാരുണ്യമായിരുന്നു. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിം സമൂഹം വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ദുർബലതകളുടെ ഇന്നലകൾ കടിഞ്ഞ് ഇസ്സത്തിന്റെ പ്രതാപത്തിന്റെ പുതിയ നാമ്പുകൾ ഉമറിന്റെ ഇസ്ലാം സ്വീകരണത്തിലൂടെ മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിന്റെ മറ്റു ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.